പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന കക്ഷി എന്നതിലുപരി ആഗോള തലത്തിൽ തന്നെ സ്വാധീനമുറപ്പിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇറാന്റെ അധികാര ഘടന പോലും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇറാനിലെ അധികാര സമവാക്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ പിന്നെയും സജീവമായി തന്നെ മാറുകയാണ്. ഈ ഘട്ടത്തിലാണ് സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ഇറാനെ ലക്ഷ്യമാക്കി കുതിക്കുന്നു പശ്ചിമേഷ്യയിലേക്ക്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ജെറാൾഡ് ആർ ഫോൾഡ് ആണ് പശ്ചിമേഷ്യയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡും അനുബന്ധ കപ്പലുകളും കരീബിയൻ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. വ്യാഴാഴ്ചയാണ് കപ്പലിലെ ജീവനക്കാർക്ക് പശ്ചിമേഷ്യയിലേക്ക് യാത്ര തിരിക്കുമെന്ന നിർദ്ദേശം അമേരിക്കൻ കമാൻഡ് നൽകിയിരിക്കുന്നത്. കപ്പലുകൾ ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യത്തോടെ അമേരിക്കൻ തുറമുഖത്തേക്ക് തിരിച്ചെത്തില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണത് മനസ്സിലാക്കുന്നത്. പശ്ചിമേഷ്യയിൽ തന്നെ അവർ തുടരാനുള്ള സാധ്യത. എന്തിനു വേണ്ടി? എന്തായിരിക്കും പ്രധാനപ്പെട്ട ലക്ഷ്യം? ഈ തീരുമാനത്തെക്കുറിച്ച് പരസ്യമായി പുറത്തൊന്നും തന്നെ പറയാൻ കഴിയാത്തത് കൊണ്ട് അമേരിക്കയിലെ 4 ഉദ്യോഗസ്ഥർ ഈ പത്രത്തോട് ചില വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനായി നിലവിൽ സാധിക്കില്ല. പേർഷ്യൻ ഗൾഫിൽ USS എബ്രഹാം ലിങ്കൺ എന്ന കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് നിലവിൽ ഫോൾഡ് സ്ട്രൈക്ക് ഗ്രൂപ്പിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഇറാനിയൻ നേതാക്കൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം അമേരിക്ക ആസൂത്രണം ചെയ്യുന്നുവെന്ന ഒരു സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പശ്ചിമേഷ്യ ആകെ ജാഗ്രത പാലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇറാനുമായി സമവായത്തിലെത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഘട്ടത്തിൽ ട്രംപിൻ്റെ ശക്തമായ സമ്മർദ്ദമാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ട്രൈക്ക് ഗ്രൂപ്പ് കൂടി ഈ മേഖലയിലേക്ക് എത്തുന്നതെന്നാണ് വിലയിരുത്തേണ്ടത്. വാഷിംഗ്ടണും ടെഹ്റാനും പുതിയ സംഘർഷം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലും പ്രകോപനം കൊണ്ട് തന്നെ ഇറാനെ വരിഞ്ഞു മുറുകുകയാണ് അമേരിക്ക. ഭീഷണികളിലൂടെയും ചർച്ചകളിലൂടെയും ഒരുപോലെ എങ്ങനെ സമവായത്തിലേക്ക് എത്താൻ കഴിയും? ഈ ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. അമേരിക്കയ്ക്ക് തെല്ലും ഭയമില്ലാതെ ഇറാനെ ശക്തമായി തന്നെ വേട്ടയാടും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത്. ഫെബ്രുവരി 10 തന്നെ ട്രംപ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള സൂചന നൽകിയിരുന്നു. നാവികസേനയാണോ കപ്പൽ സേനയാണോ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് അതേക്കുറിച്ചുള്ള വ്യക്തമായൊരു സൂചന കിട്ടിയിരിക്കുന്നത്. ജൂൺ 24 വെർജീനിയയിലെ നോർഫോക്കിൽ നിന്നാണ് ജെറാൾഡ് ആർ ഫോൾഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യാത്ര തുടങ്ങിയത്. യൂറോപ്യൻ യാത്രയായിരുന്നു ആദ്യമെങ്കിലും ട്രംപിൻ്റെ വെനസ്വലയ്ക്കെതിരായിട്ടുള്ള സമ്മർദ്ദ ക്യാമ്പയിൻ്റെ ഭാഗമായി കപ്പലിൻ്റെ യാത്ര പിന്നീട് കരീബിയൻ മേഖലയിലേക്കായിരുന്നു വഴിതിരിച്ചു വിട്ടത്. ജെറാൾഡ് ആർ ഫോൾഡിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളാണ് ജനുവരി 3 കരക്കാസിന് നേരെ നടന്ന ആ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത്. അതായത് വെനസ്വലയിൽ നടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ച അതേ കപ്പൽ തന്നെ, വിമാനവാഹിനി കപ്പൽ തന്നെ ഇപ്പോൾ ഇറാനെ ലക്ഷ്യമാക്കി പായുന്നു. അന്ന് നടത്തിയ ആക്രമണത്തിലാണ് അമേരിക്ക വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയത്. മഡൂറോയെ എങ്ങനെ പിടികൂടിയോ അതുപോലെ തന്നെ ഖമനേയെയും, ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഖമനേയെയും പിടികൂടുമെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം എന്ന് വേണം മനസ്സിലാക്കാൻ. സ്ട്രൈക്ക് ഗ്രൂപ്പിൻ്റെ വിന്യാസം ഇതിനകം തന്നെ ഒരു തവണ നീട്ടിയിരുന്നു. മാർച്ച് തുടക്കത്തിൽ തിരിച്ചെത്തും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് കപ്പലിനെ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാനാണ് ട്രംപ് നിർദ്ദേശം നൽകിയത്. ഇറാനുമായി ഒരു കരാറിലെത്താത്ത പക്ഷം അമേരിക്ക രൂക്ഷമായി പ്രതികരിക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ ഇസ്രയേലിയൻ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയപ്പോൾ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ചും അവർക്ക് വേണ്ടത് അത്തരമൊരു നീക്കം തന്നെയാണ്. സമവായത്തിലൂടെയല്ല, മറിച്ച് ഉരുക്കുമുഷ്ടിയിലൂടെ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതേസമയം ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ മതരാഷ്ട്രീയ ഘടനകളിൽ ഒന്നായി തന്നെ ഇറാനെ നോക്കിക്കാണുന്നു. മതരാഷ്ട്രീയത്തിന് അതീതമായി ഒന്നും തന്നെ ചെയ്യാത്ത രാജ്യം. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിനകത്ത് പലതരത്തിലുള്ള വിപ്ലവങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത്. എന്നാൽ അതിനെയൊക്കെ തന്നെ ശക്തമായി അടിച്ചമർത്തി മുന്നോട്ട് പോകുന്നു. കാരണം സൈനിക സുരക്ഷാ സ്ഥാപനങ്ങൾ, മതപണ്ഡിത സമിതികൾ, ഭരണകൂട ഘടനകളൊക്കെ തന്നെ ഒരു സങ്കീർണ സംവിധാനത്തിലൂടെ ചേർന്ന് നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രമായി ഇത് മാറുന്നത് കൊണ്ട് തന്നെയാണ്. അതിനാൽ തന്നെ ഇറാനിൽ യഥാർത്ഥ അധികാരം ആരുടെ കൈകളിലെന്ന ചോദ്യം ലോകം പല കുറിയായി ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഏറെ ആകാംക്ഷയോടെ പിന്തുടരുന്ന ഒരു വിഷയവും. ഖമനേയിക്ക് പ്രായമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത പരമോന്നത നേതാവിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരവുമായി വരുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്.
കുടുംബത്തിലെ തന്നെ ചില അംഗങ്ങൾ ഭരണകൂടത്തിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ പലരും മറുപടി പറഞ്ഞതും നമുക്കറിയാവുന്നതാണ്. ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വരുന്നില്ല എങ്കിൽ പോലും ചില ഊഹാപോഹങ്ങൾ രാജ്യത്ത് നിന്നും പുറത്തു വരികയാണ്. ഇറാന്റെ ഭരണഘടനാപരമായ നേതൃത്വ ഘടനയെക്കുറിച്ചുള്ള പൊതു ചർച്ചകൾക്ക് അത് കൂടുതൽ ആക്കം പകരുന്നു. ഭരണ സംവിധാനത്തിനുള്ളിൽ തന്നെ യഥാർത്ഥ അധികാരം വിഭജിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇറാന്റെ ഭരണകൂട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതലായി ഉയർന്നു കേൾക്കുന്ന പേരിലൊന്ന് മുജ്തബ ഖമനേയിയാണ്. നേരത്തെ തന്നെ മുസ്തഫയുടെ പല പ്രസ്താവനകൾ നമ്മൾ ഏവരും കേട്ടതാണ്. ഇനി രണ്ടാമതായി പറയുന്നത് മസൂദ് ഖമനേയി. റിപ്പോർട്ടുകൾ അനുസരിച്ചുകൊണ്ട് ഭരണകൂടത്തിനുള്ളിൽ മുജ്തബ ഖമനേയി കൂടുതൽ സ്വാധീനമുള്ള വ്യക്തിയായി മാറുന്നു. ഖമനേയിക്ക് ശേഷം ആയത്തുള്ള അലി ഖമനേയിക്ക് ശേഷം പിന്നീടുണ്ടാകുന്നത് മുസ്തഫയുടെ ഭരണ കാലഘട്ടമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഖമനേയിയുടെ മറ്റൊരു മകനായിട്ടുള്ള മസൂദ് ഖമനേയി ദൈനംദിന ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭരണ സംഘടനാപരമായ പങ്കേറ്റെടുത്ത് കഴിഞ്ഞുവെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ തന്നെ അധികാര വടംവലിക്കുള്ള സൂചനകളായി ഒരുപക്ഷെ നമുക്ക് വിലയിരുത്താം. ഇറാനിലെ അധികാര കേന്ദ്രങ്ങൾക്കുള്ളിലെ പ്രവർത്തന ശൈലി മനസ്സിലാക്കാൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര നിരീക്ഷകർക്ക് ഏറെ കൗതുക വിഷയമായി ഇത് മാറിയിരിക്കുന്നു. രണ്ട് ഖമനേയിമാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഇനി കാണേണ്ടി വരുമോ? അതിനു മുന്നേ തന്നെ ആയത്തുള്ള ഖമനേയി തൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുമോ? അതിനിടയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്? കാര്യങ്ങൾ മാറിമറിയുമോ? പലവിധ സംശയങ്ങൾ. മസൂദ് ഖമനേയി ഇറാനിലെ പൊതുസമ്മേളനങ്ങളിൽ അധികമായി കാണാത്തൊരു വ്യക്തിയാണ്. മാധ്യമങ്ങളോട് അങ്ങനെ കൂടുതൽ ഇടപഴകുന്നില്ല. വളരെ സൈലൻ്റായ ഒരു വ്യക്തിയായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ടും പൊതു സമ്മേളനങ്ങളിൽ പങ്കെടുക്കാത്തത് കൊണ്ടും ജനങ്ങൾക്കും പ്രീതി വളരെ കുറവാണ്. അതുകൊണ്ട് അദ്ദേഹമാകാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഖമനേയിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആശയവിനിമയ സംവിധാനങ്ങളിലൊക്കെ തന്നെ നിർണായകമായ പങ്ക് വഹിക്കുന്നത് മസൂദാണ്. ഖമനേയിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രസംഗങ്ങൾ, സന്ദേശങ്ങൾ, ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ എന്നിവയുടെ ഒക്കെ തന്നെ പ്രചാരണ ഘടനയുമായി ബന്ധപ്പെട്ട് ഇയാൾ പ്രവർത്തിക്കുന്നുവെന്നാണ് കരുതുന്നത്. ബീറ്റ് ഇ റഹ്ബരി എന്നറിയപ്പെടുന്ന പരമോന്നത നേതാവിൻ്റെ ഓഫീസിലെ മീഡിയ അഡ്മിനിസ്ട്രേഷൻ ആശയവിനിമയ ഘടകങ്ങളിലൊക്കെ തന്നെ പ്രധാന കോർഡിനേറ്ററും ഇയാൾ തന്നെയാണ്. എന്നാൽ കുടുംബത്തെ സംബന്ധിച്ച് കൂടുതൽ ശ്രദ്ധേയനായിട്ടുള്ളതും കൂടുതൽ രാഷ്ട്രീയ സുരക്ഷാ ബന്ധങ്ങളുള്ളതുമായിട്ട് പൊതുമണ്ഡലത്തിൽ അറിയപ്പെടുന്നത് മുജ്തബയാണ്. ഷിയ പുരോഹിതനായിട്ടുള്ള മുജ്തബ ഖോം സെമിനാരിയിൽ മതപഠനം നടത്തിയിട്ടുണ്ടെന്നും പിന്നീട് അവിടെ അധ്യാപകനായി പ്രവർത്തിച്ചുവെന്നും റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ബാസിജ് വിഭാഗത്തിൽ സേവനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇദ്ദേഹത്തെക്കുറിച്ച് ഏറെ എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇയാൾക്ക് മേൽക്കൈ ലഭിക്കുന്ന ഒരു സംഭവവും. ഇതെല്ലാം തന്നെ മുസ്തഫയ്ക്ക് അനുകൂലമായി ഇറാനിലെ ഘടകങ്ങളിൽ ഭരണകാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളുമായി ദീർഘകാല ബന്ധമുണ്ടാക്കാമെന്ന നിഗമനങ്ങൾക്കും ഇത് വഴിയൊരുക്കുന്നുണ്ട്. മുസ്തഫ എന്ന് പറയുന്നത് പൊതുവേദിയിൽ വിരളമായി മാത്രമേ എത്താറുള്ളൂ. എന്നിരുന്നാൽ പോലും എത്തുമ്പോൾ അതിശക്തമായ സാന്നിധ്യമായി മാറുന്നുണ്ട്. നിഴലിൽ നിന്നുള്ള ശക്തി എന്നൊക്കെ തന്നെ പല വിദേശ മാധ്യമങ്ങളും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC, ബാസിജ് അർദ്ധ സൈനിക വിഭാഗം, രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, രഹസ്യാന്വേഷണ ഘടനകൾ എന്നിവയുമായി അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. കൂടാതെ മുൻ പാർലമെൻ്ററി സ്പീക്കറുടെ മകളായിട്ടുള്ള സഹ്റ ഹദ്ദ അദേലിനെയാണ് വിവാഹം കഴിച്ചത്. അതിലൂടെ ഭരണകൂടത്തിലെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം അദ്ദേഹത്തിന് അല്ലാതെ തന്നെയുണ്ട്. ആ ബാന്ധവം തന്നെ അദ്ദേഹത്തെ ഭരണത്തിലും ഏറെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.